ഇനി നമുക്ക് ഫസ്റ്റ് യെല്ലോ വാഷിംഗ് ആണ്. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ക്യാൻവാസിലാണ് വരയ്ക്കുന്നതെങ്കിൽ റെഡ് ലൈൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് റബ്ബർ വെച്ചിട്ട് തുടയ്ക്കണം. പെൻസിൽ ഡ്രോയിങ് കളയണം. അതായത് റെഡ് ലൈൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് മായ്ച്ച് കളയണം. റബ്ബർ റേസർ വെള്ളത്തിൽ നിന്ന് മുക്കിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ് ഒന്ന് പോകും. പിന്നീട് മൊത്തത്തിൽ ക്യാൻവാസ് ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചാൽ നന്നാവും. പെയിൻറ്റ് ഈ ക്യാൻവാസിൽ എവിടെയെങ്കിലും എണ്ണ വെഴുപ്പുണ്ടെങ്കിൽ ആ പ്രശ്നമാണ്. എന്നിട്ട് യെല്ലോ വയ്ക്കാം. പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ റബ്ബർ കൊണ്ട് റേസർ കൊണ്ട് നന്നായി മായ്ച്ച് കളയാം. വെള്ളം കൊണ്ട് തുടയ്ക്കരുത് കേട്ടോ. പേപ്പറിലാകുമ്പോൾ വെള്ളം കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പേപ്പർ ഡാമേജ് ആകും. ഓക്കെ, ഇനി നമുക്ക് യെല്ലോ ചെയ്യണം. യെല്ലോ ചെയ്യണം. നിങ്ങളുടെ കളർ ബോക്സിൽ യെല്ലോ ഓക്കറെ ലെമൺ യെല്ലോ അതെടുത്താൽ മതി. ഈ രണ്ട് കളറ് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് കളർ വേറെ ഉണ്ട്, വേറെ കളറുകളൊക്കെ ഉണ്ട്, ഇതുപോലത്തുള്ള കളറുകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ യെല്ലോ, കാഡ്മിയം യെല്ലോ, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ തൽക്കാലം അതെടുത്താൽ മതി. യെല്ലോ ഓക്കറെ ലെമൺ യെല്ലോ. അതിൽ ഓക്കറെ 4 അംശമാണെങ്കിൽ ലെമൺ യെല്ലോ അതിൻ്റെ 4/1, 4:1 കേട്ടോ. ഓക്കറെ 4 ലെമൺ യെല്ലോ 1, 4:1. ഇനി ബ്രഷുകൾ, ഇത് നമ്മൾ ആ ലൈൻ ചെയ്യാൻ ഉപയോഗിച്ച ബ്രഷാണ്. അത് വേണ്ട, അത് ഷാർപ്പാണ്, അപ്പോൾ അത് വേണ്ട. വേറെ ഒന്നുള്ളത് 0 ഉണ്ട്. അതിൻ്റെ ഹെയർ ഒരു 3/4 ഇഞ്ച് നീളമുണ്ടായിരിക്കും. പിന്നെ റൗണ്ട് ബ്രഷ്, അതൊരു നമ്പർ 8 7 6 ഏതെങ്കിലും വാങ്ങാം. സിന്തറ്റിക്കും കിട്ടും അതുപോലെ. അപ്പോൾ ഈ ബ്രഷും ലൈൻ ചെയ്യുന്ന ബ്രഷും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാം. ലൈൻ ചെയ്യുന്ന ബ്രഷ് ഷാർപ്പായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ ഈ ബ്രഷ് ഒരു 3/4 ഇഞ്ച് നീളം ഉണ്ടായിരിക്കുള്ളൂ. എൻഡ് കുറച്ച് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഒന്ന് ഷാർപ്പായിരിക്കും, ഒന്ന് ഇങ്ങനെ ആയിരിക്കും. ഇനി യെല്ലോ മിക്സ് ചെയ്യുക. രണ്ടും കൂടി യെല്ലോ എടുത്ത് മിക്സ് ചെയ്യുക. വെള്ളം ഏകദേശം നമുക്കൊരു നല്ല ഡൈല്യൂട്ട് ആക്കണ്ട, പേസ്റ്റൽ രൂപത്തിലും അല്ല, ഈ രൂപത്തിൽ ഒരു കറക്റ്റ് പറഞ്ഞപ്പോൾ എങ്ങനെ നമുക്കൊരു ദോശമാവ് ആ ഒരു റേഞ്ചിൽ കേട്ടോ. നല്ല പേസ്റ്റിലും അല്ല, നന്നായി ഡൈല്യൂട്ടും ആവേണ്ട, മിഡിലെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ബ്രഷ് മുക്കിയതിന് ശേഷം ചെറിയ ബ്രഷ് എടുക്കുന്നത് നേരെ കൊണ്ട് അപ്ലൈ ചെയ്യരുത്. ഒന്നിങ്ങനെ 2 3 പ്രാവശ്യം ഇങ്ങനെ വടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെച്ച സ്ഥലത്ത് പെയിൻറ്റ് അത് മൊത്തം പെയിൻറ്റ് അവിടെ വന്ന് വീഴും. ആദ്യം ഇടരേഖകളാണ് ചെയ്യേണ്ടത്. ഇടരേഖയുടെ സെൻറ്റർ ഭാഗം ഒഴിച്ചിടണം. അത് വൈറ്റാണ്. ഇതുപോലെ രണ്ട് ഭാഗവും ചെയ്യാം. സെൻറ്റർ ഭാഗം ഒഴിച്ചിടാം. നമ്മൾ ആ ബോക്സ് വരച്ചതുണ്ടല്ലോ, അത് ഒഴിച്ചിടണം. അങ്ങനെ എല്ലാ ഇടരേഖയും, ഞാൻ അത് കിരീട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാ ഇടരേഖയും ആദ്യം ചെയ്തെടുക്കുക. അതുപോലെ ഇത് ഈ ഭാഗം ചെറിയ ബ്രഷ് ഉപയോഗിച്ചാൽ മതി. സിന്തറ്റിക്കിൻ്റെ ബ്രഷൊക്കെ വാങ്ങാൻ കിട്ടും. സിന്തറ്റിക് ആണെങ്കിൽ നമ്പർ മാറ്റണ്ടായിരിക്കും, അപ്പോൾ 0 ആയിരിക്കില്ല, നമ്പർ 4 5 അങ്ങനെയൊക്കെ ആയിരിക്കും. ഏകദേശം ഇത് ചെയ്യാൻ പറ്റിയ ബ്രഷ് അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊത്തം ചെയ്യണം. വലിയ ബ്രഷ് എടുക്കുക, റൗണ്ട് ബ്രഷിന് എടുത്തോളൂ, ഫ്ലാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ബാക്കിയുള്ള ഈ ഏരിയ മൊത്തത്തിൽ അങ്ങ് ചെയ്യുക. എന്താ ഒരു ഭാഗം വിടാൻ പാടില്ല കേട്ടോ, ഒഴിച്ചിടാൻ പാടില്ല. ഇടരേഖ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഭാഗം യെല്ലോ ചെയ്യാം. എല്ലാ ഭാഗം മീൻസ് ഞാൻ കിരീടമാണ് കാണിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
പെയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, പെയിൻറ്റ് ഇങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ നേരിട്ട് വെക്കരുത്, നന്നായിട്ടൊന്നിങ്ങനെ വടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്തു നിന്ന് വെച്ച് ഏതെങ്കിലും ഭാഗത്ത് കൂടുതലായിട്ട് പെയിൻ്റ് അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല. അതിനെ വടിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകണം. എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറവും നിൽക്കരുത് കേട്ടോ. കണ്ടോ, അപ്പം എല്ലായിടത്തും ഒരുപോലെ ആയില്ലേ. ഞാൻ വേണ്ട തെറ്റായ രീതിയിൽ കാണിക്കാം. ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ വെച്ചു. ഇതാ, ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം, അവിടെ കുറച്ച് കൂടുതലല്ലേ. അങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ബ്രഷ് ഒന്ന് തുടയ്ക്കണം. എന്താ, തുണിയെടുത്ത് തുടയ്ക്കുക. ഇപ്പോൾ ബ്രഷിൽ പെയിൻ്റ് ഇല്ല. എന്നിട്ട് ആ പെയിൻറ്റിനെ നമ്മളിങ്ങനെ തിരക്കി കൊണ്ടുപോകണം. എന്താ, ഓക്കെ, കഴിഞ്ഞു. അല്ലാതെ അങ്ങനെ ഓവർ പെയിൻറ്റ് അവിടെ നിലനിർത്തരുത് കേട്ടോ. നിലനിർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ആ യെല്ലോ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കില്ല, ചിലയിടത്ത് ഇരുണ്ടിരിക്കും. ഇവിടെ ഇടരേഖ ആദ്യം ചെയ്യണം. ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഇടരേഖ എല്ലാം ആദ്യം ചെയ്യണം കേട്ടോ. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയും കൂടി കഴിഞ്ഞാൽ ഇതായി നമ്മുടെ കിരീടത്തിൻ്റെ ആദ്യ പാർട്ട് ഫുൾ എല്ലാം അടിച്ചു. ഓക്കെ, സെയിം തന്നെയാണ് ഈ ഡിസൈനും. ഇവിടെ ഒരു മണിമാല നമ്മൾ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, അതുപോലെ ഇതും ചെയ്യണം. ഇവിടെ 3 കോട്ട് യെല്ലോ കൊടുക്കണം. ഇതും ഇപ്പോൾ ഒരു കോട്ടായി. ഉണങ്ങിയതിൻ്റെ ശേഷം രണ്ടാമത്തെ കോട്ടും, വീണ്ടും ഉണങ്ങിയതിൻ്റെ ശേഷം മൂന്നാമത്തെ കോട്ടും കൊടുക്കണം. ഓക്കെ, അതുപോലെ ഈ ഭാഗവും ചെയ്യണം. ഇനി നമ്മുടെ കുണ്ടലം ഇതുപോലെ തന്നെ, ഒന്നും നോക്കാനില്ല. ഇടരേഖയുടെ ഔട്ടർ ഇങ്ങനെ ചെയ്യുക, സെൻറ്റർ അവിടെ ഒഴിച്ചിടുക. ഇതെല്ലാം 3 കോട്ട് യെല്ലോ ചെയ്യണം കേട്ടോ. ഓർണമെൻറ്റ്സ് എല്ലാം 3 കോട്ട് ചെയ്യണം. ഇതാ, ഓക്കെ. അതുപോലെ ഈ ഭാഗം ചെയ്യുക. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, കർണപുഷ്പം, അതും ഇതുപോലെ യെല്ലോ ചെയ്യാം. ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരുപോലെ പെയിൻ്റ് എത്തുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലും കുറവും നിൽക്കരുത്. കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ള പെയിൻറ്റിനെ ഇല്ലാത്ത ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇത്രയും ഭാഗം ഞാൻ ഫസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടരേഖ അതിൻ്റെ സെൻറ്റർ മാത്രം വൈറ്റ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്തല്ലോ. അതുപോലെ പൂവ് ചെയ്തു, കാതിൽ ചെയ്തു, താഴത്തെ ഡിസൈൻ ചെയ്തു. ഇനി 3 കോട്ട് യെല്ലോ അടിക്കേണ്ടത്. കിരീടം 3 കോട്ട് മൊത്തത്തിൽ, നിക്ഷും 3 കോട്ട്, ഇതും 2-3 കോട്ട് ഇത് ചെയ്യാം. കുണ്ടലം ഈ പൂവ് ചെയ്യുമ്പോൾ സെൻറ്ററത്തെ ഇതളും ഏറ്റവും അവസാനത്തെ ഇതള്, സെൻറ്ററത്തെ ഇതളും ഏറ്റവും അവസാനത്തെ ഇതളും 3 കോട്ട് വേണ്ട. അത് വേണമെങ്കിൽ 1 കോട്ട് മതി, അല്ലെങ്കിൽ 2 കോട്ട് മതി. ഓക്കെ, അതുപോലെ ഇവിടെ ഏറ്റവും അവസാനത്തെ ഇതളും സെൻറ്ററത്തെ ഇതളും അത് പച്ചയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അത് യെല്ലോ 1-2 കോട്ട് മതി. ബാക്കി ഇവിടെ വരുന്ന ഈ ഇതളുകളെല്ലാം 3 കോട്ട് യെല്ലോ ചെയ്യണം, കാരണം അത് റെഡാണ് വരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഈ ഇതളുകളും സെൻറ്ററത്തെ ഇതളും മാത്രം 2 കോട്ട് യെല്ലോ ചെയ്യുക, ബാക്കി 3 കോട്ട്. ഇത്രയും ഭാഗം നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം.